ഹായ് നമസ്കാരം. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ഡയറക്റ്റ്ലി OTT റിലീസ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ചിത്രമാണ് ഹറ. അപ്പോൾ ചിത്രത്തിൽ മെയിൻ ക്യാരക്ടറിൽ എത്തിയിട്ടുള്ളത് മോഹനായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ അനുമോളൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ യോഗി ബാബു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഇന്ന് ഹര എന്ന സിനിമ. അപ്പം ഹര എന്ന് പറയുന്ന സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ നല്ല സിനിമ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ് ഹറ. നല്ല മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്ക്രിപ്റ്റിനകത്ത് കുറച്ചുകൂടെ കാണിച്ചൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ ഓടിയാണ് ഈ സിനിമ. തിയേറ്ററിൽ നല്ല റെസ്പോൺസൊക്കെ കിട്ടിയാണ്. എങ്കിലും നമ്മളെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വലിയ എന്താ ഇതെന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു രീതി വരും. പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മേക്കിംഗ് രീതി വെച്ച് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നായകൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നായകൻ്റെ ഒരു അവസാനത്തെ ഒരു എൻഡിങ്ങിലുള്ളൊരു കുറച്ച് സംഭവങ്ങളുണ്ട്. അത് എടുത്തു പറയണം. സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ ഇത് ഗ്യാങ്സ്റ്റർ രീതിയിലുള്ള ഫിലിമാണ്. ഒരു ഗ്യാങ്സ്റ്റർ പശ്ചാത്തലത്തിലൊക്കെ വരുന്നൊരു ഫിലിമാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മേക്കിംഗ് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മോഹൻ എന്ന് പറഞ്ഞ ആക്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പിടിച്ചെടുത്താനായിട്ട് സാധിച്ചു. പിന്നെ മലയാളത്തിലെ അനുമോളൊക്കെ ഇതിനകത്ത് ഒരു പ്രധാന വേഷത്തിൽ വന്നിട്ടുണ്ട്. അവരെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗി ബാബു അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയുമായി തന്നെ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകതയില്ല. പിന്നെ അതായത് ഇതൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. അതിനകത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ, അതായത് കുറച്ച് മറ്റേ രാജാതിരാജ പോലത്തെ ഉള്ള കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പടം വന്നിട്ടില്ല. അതും തമിഴിൽ എനിക്ക് തോന്നുന്നു, തമിഴിലില്ലെന്ന് തോന്നുന്നു. തമിഴിൽ അത്തരത്തിലുള്ള പടങ്ങൾ കുറേ നാളുകളായി അങ്ങനത്തെ ഒരു സിനിമയായിട്ട്. അപ്പം കണ്ടപ്പം ഒരു പുതുമ തോന്നി. എന്താണെന്ന് അറിയത്തില്ല. കുറേ നാളുകൾക്ക് ശേഷം വന്ന് കണ്ടതാണ്ടാണോ ഒരു പുതുമ തോന്നിയെന്ന് അറിയത്തില്ല. അല്ലാതെ സ്ക്രിപ്റ്റിങ്ങിലൊന്നും വെച്ച് വലിയ പുതുമയൊന്നുമില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് സ്റ്റോറിയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും കുഴപ്പമില്ലാത്തൊരു പടം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല രസകരമായി തന്നെ അവരത് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു കാര്യം എന്ന് കൂടി പറയാം. മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ചവറിന് മ്യൂസിക്കാണ്. വലിയ രീതിയിലൊന്നും മ്യൂസിക് എനിക്ക് അനുഭവപ്പെടത്തില്ല. ഒരു ഗുണമില്ല കേട്ടോ. നിങ്ങളിത് OTT കണ്ടോട്ട് തന്നെ കാര്യമായി. തിയേറ്ററിൽ കണ്ടെങ്കിൽ ഓടിയാൻ ഇറങ്ങി അത്തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, നല്ല രീതിയിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ അടിപൊളിയായിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ട്. എന്തായാലും പിടിച്ചെടുത്താൻ എന്തായാലും ഈ സിനിമ അങ്ങനെ ഒരുവിധമൊക്കെ എത്തിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഈ ആക്ഷൻ ഡ്രാമ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഉള്ള സിനിമകൾ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ വരെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.